അമീർ. രചന മുനീറ പൂവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം ഊഞ്ഞേരി. തൊടി നിറയെ മൂവാണ്ടൻ മാവും നെല്ലിമരവും പുളിയും പേരയും അങ്ങനെ നീണ്ടുകിടക്കുന്ന ആ മതിൽക്കെട്ടിനുള്ളിൽ പഴമയുടെ മനോഹാരിത വിളിച്ചോതുന്ന ചുടുകട്ടയിൽ പടുത്തുയർത്തിയ ഒരു മാളിക വീട്. എല്ലാ വർഷവും സ്കൂൾ വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോകുമ്പോൾ ആദ്യം ഓർമ്മയിൽ തെളിയുന്നതും ആ വീടും പരിസരവുമാണ്. ആ നാട്ടിൻപുറം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കുളിരാണ്. ഉമ്മാനോട് കുളിക്കാനാണെന്നും പറഞ്ഞ് നാട്ടിലെ കളിക്കൂട്ടുകാരുമൊത്ത് എന്നും പുഴയിൽ ചാടാൻ പോയിരുന്ന മറക്കാനാവാത്ത ചില മനോഹര നിമിഷങ്ങൾ. തോടും പാടവും വരമ്പും ചാടിക്കടന്നാൽ ആദ്യം കാണുന്ന മുഹമ്മദ് ഹാജിയുടെ മാളിക വീടാണ്. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ കൂട്ടുകാരെല്ലാവരും കുറച്ച് ഉരുളങ്കല്ലുകൾ കയ്യിൽ കരുതി വയ്ക്കും. ചുവന്ന ഇഷ്ടിക കൊണ്ട് പടുത്തുയർത്തിയ വലിയ മതിലിന് മുകളിലൂടെ റോഡിലേക്ക് തൂങ്ങിയാടുന്ന മൂവാണ്ടൻ മാവിൻ്റെ ചില്ലകൾ. ഞങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു കൂട്ടം മൂവാണ്ടൻ മാങ്ങകൾ, പച്ചയും പഴുത്തതും പാകമായതും അങ്ങനെ പലതരത്തിലുള്ളവ. ചെറുകാറ്റിൽ ആടി ഉലയുന്ന മാവിൻ കൊമ്പിൽ നിന്ന് അടർന്നു വീഴും പഴുത്ത് നല്ല പാകമായവ. അതൊന്നും മതിവരാത്തപ്പോൾ വീണ്ടും പച്ചമാങ്ങയെ ഉന്നം വെച്ച് കയ്യിൽ ഉരുളൻ കല്ലുകൾ പാഞ്ഞടുക്കുമ്പോൾ മുറ്റത്ത് ചാരുകസയിൽ ചാരിയിരുന്നുറങ്ങുന്ന ഹാജിയാരെ ഇടയ്ക്കിടയ്ക്ക് പോയി എത്തി നോക്കാനും മറക്കില്ല. ഹാജിയാർ നല്ല ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഗേറ്റ് വഴി നൂന്നുപോയി നെല്ലിക്കയും പെറുക്കി പോക്കറ്റ് വീർപ്പിക്കും. ഇടയ്ക്കിടെ ഹാജിയാർക്കൊരു ചുമയുണ്ട്. അത് കേട്ടാൽ ഏത് വഴി ഓടണമെന്നറിയാതെ പിന്നാമ്പുറം വഴി ഓടി മതിലിൽ പൊത്തിപ്പിടിച്ച് റോഡിലേക്ക് ചാടി കൈകാലുകൾ തൊലിയുരിഞ്ഞത് എത്രയെത്ര പ്രാവശ്യമാണെന്ന് എന്നെ ഓർമ്മയില്ല. സ്കൂൾ തുറക്കാനായി. ഇനി നാട്ടിൻപുറ കാഴ്ചകളും കളിയും ചിരിയും കുസൃതിയുമെല്ലാം മതിയാക്കി വീണ്ടും തിരിച്ചു പോവാനായി. പാടത്തെ ചെളിയും ചെറും ഇനി കാലിൽ സ്ഥാനം പിടിക്കില്ല. പറങ്കി മാങ്ങയുടെ കറപുരണ്ട ഷർട്ടിന്റെ കോലം കണ്ട് ഇനി ഉമ്മ വഴക്ക് പറയില്ല. എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും അവസാനം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു മൊത്തമുണ്ട്. അതൊക്കെ ഇനി എന്ന് ഓരോന്നും ഓർത്തപ്പോൾ മിഴികൾ വല്ലാതെ നിറഞ്ഞു വന്നു. 4 ഭാഗവും മതിൽ കെട്ടി പുറം ലോകം കാണാതെ കഴിച്ചു കൂട്ടുന്ന ദിനങ്ങളെ ഓർത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ തുടങ്ങും എൻ്റെ നെഞ്ചിലൊരു പിടച്ചിൽ. കരയിലിട്ട പരൽമീൻ കണക്കെ നെഞ്ചങ്ങനെ പിടയാൻ തുടങ്ങും. ഇനി എന്ന് ഇങ്ങനെ വീട്ടുകാരും കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കും. വീട്ടിലെ ദാരിദ്ര്യം കാരണമാണ് ഇന്ന് ഈ അനാഥാലയത്തിൽ ഒരു അംഗമാവേണ്ടി വന്നതെന്ന് ഞാനൊരു വേദനയോട് ഓർക്കും. പക്ഷെ അവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴാണ് ഞാൻ ആ മുഖം കണ്ടത്. ആ നിഷ്കളങ്കമായ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും തലപൊക്കി തുടങ്ങി. മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് ഹാജിയുടെ പേരക്കുട്ടി. അവനെ കാണാൻ എന്തു ഭംഗിയാണെന്ന് ഞാൻ ഉമ്മാനോടൊരിക്കൽ പറഞ്ഞു. ഉമ്മ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ നാട്ടിലെ ഏറ്റവും സുന്ദരിയാണ് അവൻ്റെ ഉമ്മ മിസിരി. മിസിരി എന്ന പേര് പോലെ തന്നെ അതീവ സുന്ദരിയായിരുന്നവർ. ആ ഉമ്മയുടെ ഭംഗിയാണ് അവനും കിട്ടിയെന്ന് ഉമ്മ പറയാറുണ്ട്. അന്ന് അവൻ്റെ മുഖത്ത് കണ്ട പ്രസരിപ്പൊന്നും ഇന്നില്ല. ആ കണ്ണുകളിലെ തിളക്കം പോലും എങ്ങോ മാഞ്ഞു പോയ പോലെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ എഴുന്നേറ്റ് പോയി പാത്രം കഴുകി അടുക്കി വെച്ച മറ്റു പാത്രങ്ങളിൽ അവൻ്റെ കയ്യിലെ പാത്രവും സ്ഥാനം പിടിച്ച്. ഇനി അവൻ പറയട്ടെ അവൻ്റെ കഥ. അവനോളം അവൻ്റെ കഥ പറയാൻ മറ്റാർക്കും അറിയില്ല. അമീർ പറഞ്ഞു തുടങ്ങി. ഒരു ബലിപെരുന്നാൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഊട്ടിയിലേക്ക് ടൂറ് പോയി. ഒരാഴ്ച അവിടെ തങ്ങിയതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. വണ്ടിയിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഉമ്മാൻ്റെ മടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഏതൊരു വലിയ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി. തലക്ക് വല്ലാത്ത പെരുപ്പ് തോന്നി. അടഞ്ഞു പോകുന്ന കൺപോളകൾ വലിച്ചു തുറന്ന് ഞാൻ ചുറ്റും നോക്കി. യന്ത്രങ്ങളുടെ ഒരു കലവറക്കൂട്. ചുറ്റുമാരെയും കാണുന്നില്ല. പെട്ടെന്നൊരു നേഴ്സ് ഓടി വന്നു. പിന്നാലെ ഡോക്ടറുമുണ്ട്. എൻ്റെ കണ്ണ് വീണ്ടും അടഞ്ഞുപോയി. അവിടുന്ന് ആരോ പറയുന്നു കേട്ടു, ഉമ്മയുടെ മരണം അമീറിനെ ഇപ്പോൾ അറിയിക്കേണ്ടെന്ന്. പിന്നെയും അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എഴുന്നേൽക്കാൻ ഞാനൊരു ശ്രമം നടത്തിയെങ്കിലും ശരീരം അനക്കാൻ പോലും എനിക്കായില്ല. ഒരു വേള ഹൃദയം നിലച്ച പോലെ. കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരോ ചുടുരക്തമോ അതങ്ങനെ കവിളിനെ ചുട്ടുപൊള്ളിച്ച്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോ സത്യവും ഞാൻ അറിയാൻ തുടങ്ങി. ഉമ്മയും വല്യപ്പയും വല്യമ്മയും അന്നത്തെ അപകടത്തിൽ എന്നെ വിട്ടുപോയെന്ന്. ഉപ്പാക്കും പരിക്കുകൾ ഏറെയുണ്ടായിരുന്നു. എന്നാലും ഉപ്പയും ഞാനും ജീവിതത്തിലേക്ക് തിരികെ വന്നു. കണ്ണുനീർ ഊറ്റി കുടിക്കാൻ ബാക്കി വെച്ച 2 മനുഷ്യ ജന്മങ്ങൾ. മാസങ്ങൾ കഴിഞ്ഞു പോകവേ ഉപ്പാൻ്റെ അഗന്ധബന്ധത്തിലെ ജുമയിലെ ഉപ്പ വിവാഹം ചെയ്തു. ഞങ്ങളെ നോക്കാനെന്ന പേരിൽ ഉപ്പാൻ്റെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ അറിഞ്ഞില്ല തീർത്ത് എന്നെ അവർ അനാഥനാക്കുമെന്ന്. ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും എനിക്കില്ലാത്ത കുറ്റമില്ല. ഉപ്പ വീട്ടില്ലാത്ത സമയം അവരെന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എനിക്ക് മേലെ ചാർത്തി ഉപ്പാനോട് എന്നും പരാതി പറയും. ഉമ്മയെ ഓർത്ത് ഞാൻ കരയാത്ത ദിനങ്ങളില്ല. എത്രയെത്ര ദിനരാത്രങ്ങളാണ് ഉമ്മയെ സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റത്. ഉമ്മയുടെ നെറ്റിയിൽ തന്ന ചുംബന ചൂടിൽ ഞാൻ ഓരോ കിനാക്കൾ നെയ്തു. ആ കിനാവിൽ മൊത്തം ഉമ്മയുടെ ചിറകിനുള്ളിൽ പാറിപ്പറക്കുന്ന ഒരു കുഞ്ഞിളം കിളിയായിരുന്നു ഞാൻ. ആ കുഞ്ഞിളം കിളിയിൽ നിന്ന് തനിച്ചാണ്.
ചെറുകുടിഞ്ഞ കിളിക്ക് പറക്കാൻ കഴിയാതെ ഓരോ നിമിഷവും മറ്റുള്ളവരുടെ കാൽ കീഴിൽ ചവിട്ടി അരക്കപ്പെടുന്ന വെറുമൊരു ഈഴാമ്പാറ്റ. ഒരു ദിവസം ഉപ്പ നേരിട്ട് കണ്ടു. ഉപ്പാന്റെ ഭാര്യ എന്ന ആ സ്ത്രീ എൻ്റെ കാലിലേക്ക് ചുടുവെള്ളം തട്ടിത്തെറിപ്പിക്കുന്നു. അന്ന് ഉപ്പാന്റെ മനസ്സ് ഒരുപാട് നൊന്തുപോയി. അന്ന് ആദ്യമായി ഉപ്പ അവർക്ക് നേരെ കൈ ഉയർത്തി. ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഞാനും ഉപ്പയും ഒരുപോലെ കരഞ്ഞുപോയി. അന്ന് ഉറങ്ങാൻ കിടന്ന ഉപ്പ രാവിലെ എഴുന്നേറ്റില്ല. ഉപ്പയും പോയി. എന്നെ ഈ ലോകത്ത് തനിച്ചാക്കി. എത്ര പെട്ടെന്നാണ് ഈ ഭൂമിയിൽ ഞാൻ തനിച്ചായതെന്നറിയോ നിങ്ങൾക്ക്? ഉപ്പാന്റെ മയ്യത്തിനരികിലിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞില്ല. ഒരുതരം മരവിപ്പായിരുന്നു. മരണത്തെ ഞാൻ ഏറെ കൊതിച്ച നേരം. അമീർ, നിനക്കിനി ഈ ഭൂമിയിൽ ആരുമില്ല എന്നെൻ്റെ ഉള്ളം വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഉപ്പ മരിച്ചതിൻ്റെ 3-ാം നാൾ ആരൊക്കെയോ ചേർന്ന് എന്നെ അനാഥാലയത്തിലേക്ക് തള്ളിയിട്ട് പോയി. അന്ന് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു. അതും ആ വീടിൻ്റെ മുറ്റത്ത് കിടന്നുരുണ്ടുകൊണ്ട് ആർത്താർത്ത് കരഞ്ഞു. ആര് കേൾക്കാൻ ആരുമില്ലാത്തവർ എത്ര കരഞ്ഞിട്ടും എന്ത് കാര്യം? എൻ്റെ കരച്ചിൽ സീലുകൾ അതിലെ ആകെ തട്ടിത്തെറിച്ച്. പിന്നീട് എനിക്ക് മനസ്സിലായി, എനിക്ക് ഏറ്റവും സേഫ് ഈ അനാഥാലയം തന്നെയാണെന്ന്. എന്നെപ്പോലെ എത്രയെത്ര ബാല്യങ്ങളാണിവിടെ. പോകെ പോകെ ഞാനും അവരിലൊരാളായി മാറി. വർഷങ്ങൾ പിന്നിട്ടു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഒരു കാര്യമോർത്ത്. നാളെ SSLC ലാസ്റ്റ് എക്സാമാണ്. നാളെ എക്സാം കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകും. അമീർ, നീ എന്തു ചെയ്യും? നീ എങ്ങോട്ട് പോകും? ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്. കണ്ണുനീരിനാൽ മുങ്ങിക്കുളിച്ച് എൻ്റെ തലയിണയിൽ മുഖം പൂഴ്ത്തി ആരും കേൾക്കാതിരിക്കാൻ അമർന്ന് കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. നല്ലപോലെ എക്സാം എഴുതണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. സ്കൂൾ വിട്ടു വന്ന എല്ലാവരും വീട്ടിൽ പോകുന്ന തിരക്കിലാണ്. ഞാനും എൻ്റെ തകരപ്പെട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് നെഞ്ചിരിപ്പോടെ ഓഫീസിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് വാർഡൻ്റെ ചോദ്യം എനിക്ക് നേരെ പാഞ്ഞു വന്നു. അമീർ, നീ എങ്ങോട്ടാ? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞതിനു മുമ്പേ എൻ്റെ കയ്യിലൊരാൾ പിടുത്തമിട്ടു. അംജദ്. അമീർ, എൻ്റെ കൂടെ വാ, എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഉമ്മ പറഞ്ഞു നിന്നെ എൻ്റെ കൂടെ കൂട്ടാൻ. സോറി, എൻ്റെ ഉമ്മയില്ല, ഇനി മുതൽ നമ്മുടെ ഉമ്മയാണ് കേട്ടോ. ആ ഒരൊറ്റ നിമിഷമുണ്ടല്ലോ, സകല നിയന്ത്രണങ്ങളും പോയി. അംജദിനെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. പിന്നീടുള്ള ജീവിതവും പഠനവും അവരുടെ കൂടെ ആ കുഞ്ഞു വീട്ടിൽ ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ മുന്നിലേക്ക് വന്നൊരു മാലാഖയായിരുന്നു ഖദീജ, അംജദിൻ്റെ ഉമ്മ. സോറി കേട്ടോ, എൻ്റെ ഉമ്മ. വർഷങ്ങൾ പോകവേ വീണ്ടും ഞാൻ അവിടെ എത്തി. ആ മാളിക വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റി കുറച്ചു നേരം ഞാൻ അതിൽ തന്നെ ഇരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മാതാപിതാക്കൾ, വല്യുമ്മ, വല്യുപ്പ, അവരുടെ ഇടയിൽ ഞാൻ കഴിച്ചുകൂട്ടിയ എൻ്റെ സന്തോഷത്തിൻ്റെ കഴിഞ്ഞുപോയ നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്നോർത്ത് ഒരിറ്റു കണ്ണുനീർ നിലംപതിച്ച്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ പാതിയായവളും ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ അവളും കേൾക്കുകയായിരുന്നു എന്നെ. അമീറിനെ അറിയുകയായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് അവൾ എന്നെ വേദനയോടെ നോക്കി. അവളുടെ കൈ എൻ്റെ കൈയുടെ മുകളിൽ സ്ഥാനം പിടിച്ചു. അതിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഒരിക്കലും തനിച്ചല്ല എന്നൊരുറപ്പ്. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ എൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. കോട്ടും സൂട്ടുമിട്ട് എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടെ നടക്കുന്ന അമീർ എന്ന ആ വലിയ മനുഷ്യനെ മാത്രമേ അവൾക്ക് അറിയുകയുള്ളൂ. എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും ഉപ്പൂപ്പയും ഉമ്മൂമ്മയും ഞങ്ങൾ സന്തോഷത്തോടെ സ്വർഗം പോലെ കഴിഞ്ഞ ഈ വീട് വേണമായിരുന്നു. അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു കുറച്ച് നാളുകൾ. വണ്ടിയുടെ ശബ്ദം കേട്ട് അൻസുവും ഉമ്മയും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഉമ്മാക്ക് പ്രായമായി തുടങ്ങി കേട്ടോ. ഉമ്മ എന്നെ കണ്ടതും വാരിപ്പുണർന്നു. ഇതെല്ലാം കണ്ട് കുശുമ്പൂത്തിയ ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നു. ഈയോ എൻ്റെ കുട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ അവളെയും ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു സ്നേഹമുദ്ര പതിപ്പിച്ചു. ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. ഓടിപ്പോയത് ഞാനും ഉമ്മയുപ്പയും കിടക്കുന്ന ഞങ്ങളുടെ റൂമിലേക്കാണ്. ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കളിച്ചിരി അടങ്ങുന്ന ആ റൂമിൽ നിന്ന് ശൂന്യമാണ്. എവിടുന്നോ വന്ന തണുത്ത കാറ്റെന്നെ പൊതിഞ്ഞു പിടിച്ച്. എൻ്റെ ഉമ്മയുടെ സാമീപ്യം ഞാൻ അറിയുകയായിരുന്നു. ആ കാറ്റിനെ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം ആ വാത്സല്യ ചൂടേറ്റ് ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. എൻ്റെ ഉമ്മയുടെ മണമുള്ള ഈ വീട് വിട്ട് ഇനിയൊരു മടക്കമില്ലെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു. ഈ മാളിക വീടിൻ്റെ ഓരോ മുക്കുമൂലയും ഉമ്മാൻ്റെ പൊട്ടിച്ചിരികൾ അലയടിച്ചു. ഏതോ ഓർമ്മയിലെന്ന പോലെ ഉമ്മ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചുപോയി. അപ്പോഴേക്കും ഖദീജുമ്മ ഓടി വന്നെൻ്റെ ചാരിയിരുന്നു. ഉമ്മാൻ്റെ മടിയിലേക്ക് തല ചായ്ച്ച് ഞാൻ ഏറെ നേരം കിടന്നു. അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഉമ്മാൻ്റെ തലോടൽ കൊണ്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നപ്പോഴും ഞാൻ ഉമ്മാൻ്റെ മടിയിൽ തന്നെയായിരുന്നു. ഈ ഉമ്മയെയും കൂടപ്പിറപ്പിനെയും എനിക്ക് സമ്മാനിച്ച റബ്ബിനോട് ഞാൻ 1000 നന്ദി പറഞ്ഞു. ഒരവധിക്കാലത്ത് വീട്ടിലേക്ക് വരുമ്പോൾ മൂവാണ്ടമാവിലേക്ക് കല്ലെറിയുന്ന അംജുവിൻ്റെ അവധിക്കാല കിസ്സ കേട്ട് അത്ഭുതത്തോടെ വാ തുറന്നിരിക്കുന്ന എൻ്റെ പെണ്ണിനെ കണ്ടപ്പോൾ ഞാനും അറിയാതെ വാ തുറന്നു പോയി. ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. എൻ്റെ കൂടെ ഉമ്മയുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട്. ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങട്ടെ.